ഈ 90കളിൽ ഇങ്ങനെ ഓടി നടന്ന് അഭിനയിച്ചിട്ട് പിന്നെ ഒരു ഇടവേള എടുത്തു അല്ലെ? എന്നിട്ട് പിന്നെ ആകാശവാണിയിലേക്ക് പോയി എന്നാണ് ഞാൻ കേട്ടത്. അപ്പോ ഈ ആകാശവാണിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്തിനാണ് ആ ബ്രേക്ക് എടുത്തത്? അത് ബ്രേക്ക് എന്നെ കുറിച്ചൊരു ബാഡായൊരു ന്യൂസ് വന്നു പത്രത്തില്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചീന്റെ എന്റെ കരിയറിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു ബാഡ് ന്യൂസ് വന്നു. അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞ ഞാനല്ല അതിന്റെ ആള്, ഞാനല്ല. പേര് എന്റെ പേരിലാണ് വന്നത്. ഞാൻ തമ്മിൽ എന്ന ഷൂട്ടിങ് സാജൻ സാറിന്റെ പടം എറണാകുളത്ത് ഞാൻ ചെയ്യുന്നു. അപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്, ന്യൂസ് വരുന്നത്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അപ്പം ഞാനല്ലാതെ വേറെ ആരും കണ്ണൂരിൽ അന്നേരം അഭിനയിക്കുന്നില്ല. അത് അവിടെ നിന്നുള്ള ന്യൂസ് എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് നമ്മുടെ മധുപാൽ സാർ ഉണ്ടല്ലോ, അന്ന് അദ്ദേഹം പത്രത്തിന്റെ ഒരു റൈറ്ററായിട്ടാണ് വന്നത്. അന്ന് സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടില്ല. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ അനിയൻ്റെ പേരും മധു എന്നാണ്. എൻ്റെ അമ്മയും ഞാനും എല്ലാം കൂടി ഇരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് അന്ന് മൊബൈലില്ല, ലാൻഡ് ലൈനിൽ വരുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതൊന്ന് കുറച്ച് ബൂസ്റ്റപ്പായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, അതെങ്ങനെയാണ്? അവരെൻ്റെ മുമ്പിലിരിക്കുന്നു, ഞാൻ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഔട്ട്ന്ന് സംസാരിച്ചു ഉള്ളിലേക്ക് വന്നപ്പോൾ എന്നോട് പറയാനൊരു വിഷമം, കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ പതുക്കെ എന്നോട് പറഞ്ഞു, ഒന്നും വിഷമമൊന്നും വിചാരിക്കരുത്, ഇങ്ങനെയൊരു ന്യൂസ് കണ്ണൂരിൽ വന്നിട്ടുണ്ട്, ഇവിടുത്തെ എഡിഷനിൽ കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ ഒരു വല്ലാത്തൊരു ഷോക്കായി. അച്ഛനാണെങ്കിൽ ആകെ ഡെസ്പായി. അപ്പം ഷമ്മു അണ്ണനായിരുന്നു അന്ന് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇതൊക്കെ സാധാരണയല്ലേ, ഇതൊക്കെ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത എല്ലാവരും ഒരേപോലെ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട് AP കൃഷ്ണൻ എന്ന്. അവരുടെ ഒരു മകനാണ് എൻ്റെ സുഹൃത്ത്. എൻ്റെ സുഹൃത്ത് എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഹസ്ബൻഡ്. ശരി. അപ്പം അവർ ഈ ഇതറിഞ്ഞിട്ട് അവർ മകനോട് പറഞ്ഞു, നീ പോയി കണ്ടോ ചോദിച്ചു. എങ്ങനെയാണ് ഞാൻ പോയി കാണുന്നത്, ഇങ്ങനെ ഒരു റൈറ്റ് വന്നിട്ട്. പത്രത്തിൽ പലതും വരും, അത് സത്യമാണോ എന്നറിയില്ല, നിനക്കറിയാമല്ലോ അവരെവിടെയാണ് പോയത്, നീ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വന്നു. അപ്പോൾ ഞാൻ വരുന്ന ദിവസം അറിയിച്ചിട്ട് പുള്ളിയും വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഈ സംഭവം നടന്ന വ്യക്തി എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നു. ഒറിജിനൽ സ്ത്രീ, ആ സംഭവം നടന്ന ആ സ്ത്രീ മനസ്സിലായി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറി ഉടനെ രാവിലെ മോർണിംഗ് ഒരു 6:30 ഞാൻ ആ വീട്ടിലെത്തി ഉടനെ ഉണ്ട് ഇവരെന്നെ കാണാൻ വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ? ഞാനാണ് ആ ന്യൂസിലെ കഥാപാത്രം. ഞാൻ പറഞ്ഞു, ഓഹോ, അപ്പോൾ എൻ്റെ കഥാപാത്രം നിങ്ങളായി, പേര് എനിക്ക് വന്നു അല്ലേ, എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ശരി, ഏതായാലും വന്നത് എനിക്കാണല്ലോ, നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മറ്റുള്ളവർക്ക് ഭയങ്കര പ്രശ്നമായി, അച്ഛനും അനിയന്മാർക്കൊക്കെ. എന്തിനാ ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കുന്നത്, നമ്മൾക്ക് ഇങ്ങനെ പോയിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, സത്യാവസ്ഥ അറിയാവുന്നതാണ്. പക്ഷെ അവർക്ക് ഒരു തരത്തിലും, എൻ്റെ അനിയന് തീരെ അങ്ങോട്ട് ഞങ്ങളല്ലേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണം, കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ ഈ കൃഷ്ണേട്ടൻ്റെ മകനും വന്നു, പ്രകാശ് എന്ന് വന്നു. എനിക്ക് കുറച്ച് ധൈര്യം തന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ പലരും ഈ അന്നൊക്കെ അങ്ങനെ ആയിരുന്നു, സിനിമാ മേഖലയായിരുന്നു, നാടകത്തിലായിരുന്നാലും ഇങ്ങനെ ചെറിയ ചെറിയ ഗ്ലോസിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ട് തളരാൻ പാടില്ല, മുന്നോട്ട് പോകണം പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ബാക്ക് സപ്പോർട്ട് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, പക്ഷെ വീട്ടിൽ നിന്നുള്ളൊരു സമ്മർദ്ദം ഇനി വേണ്ട എന്നുള്ളതായി. അപ്പോഴും എന്നെ ഞാൻ ഫസ്റ്റിൽ പോയിരുന്ന അലവിൽ ദേശീയ കലാസമിതിക്കാർ അന്ന് കണ്ണൂരിലൊരു പ്രക്ഷോഭം തന്നെയായിരുന്നു. ശരി. അവർ കുറേ പത്രക്കാരെ വിളിച്ചു വരുത്തി, ഇങ്ങനെ ഒരു സ്ത്രീനെ അപമാനിക്കുന്നത് വളരെ മോശമാണ്, അവരൊരു നല്ല കലാകാരിയാണ്, കലാകുടുംബത്തിലുള്ളതാണ്, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നു, അതുകൊണ്ട് അവരെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വീട്ടിലുണ്ടാകുന്ന മാനസികാവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിർത്തി വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതിനു മുമ്പേ കലിംഗ തിയേറ്റേഴ്സിൻ്റെ കൈനാട്ടികൾ എന്ന നാടകത്തിന് കോഴിക്കോട് ആകാശവാണിയിൽ ഞാൻ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്ക് അവിടെ ഓഡിഷനിൽ ഞാൻ ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നന്ദി വീണ്ടും വരികയ്ക്ക് പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇതൊന്ന് മാറ്റിയിട്ട് വലിയ സീനിയറായിട്ടുള്ള ആളെ ഓഡിഷന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിലും ഞാൻ പാസ്സായി.
അപ്പം ഞാൻ അവിടെ കോഴിക്കോട് ആകാശവാണിയിലെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ശരി. കണ്ണൂർ വന്നു കഴിഞ്ഞപ്പോൾ തുടക്കമായതുകൊണ്ട് ആർട്ടിസ്റ്റുകൾ അവർ ശരിക്കുള്ള പെർമനൻറ്റ് സ്റ്റാഫുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ശ്രീലത ഉണ്ടാവില്ല ഇവിടെ, അവർ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ആർട്ടിസ്റ്റും കൂടിയാണ് കണ്ണൂരിലെ. അപ്പം അങ്ങനെ കോൺട്രാക്ട് ബേസിൽ 3 വർഷം എഴുത്തുപെട്ടി ശ്രോതാക്കളുടെ കത്തുകളും അതിനുള്ള മറുപടി. അതായത് ശ്രോതാക്കളുടെ പരാതി കത്തുകൾ അല്ല, പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അതിനെ വിശകലനം ചെയ്യുന്ന കത്തുകൾ വരും. ആ കത്തുകൾ വന്ന് അതിനുള്ള മറുപടി. അപ്പോൾ എങ്ങനെ ഇപ്പൊ ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഇത് വരികയാണെങ്കിൽ ചേച്ചി എങ്ങനെയായിരിക്കും അത് വായിച്ചിട്ട് അതിനൊരു അഭിപ്രായം, ഇത് എങ്ങനെയാണ് അത് ആങ്കർ ചെയ്തോണ്ടിരുന്നത്? ആങ്കർ ചെയ്യുന്ന വെച്ചാൽ ഇന്ന പരിപാടി വളരെ മോശമായിരുന്നു. ഓഹോ, അതെന്താണാവോ കാരണം, അതും കൂടി എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ചിലപ്പോൾ പറയും ഇന്ന വ്യക്തി ഇന്ന നാടകത്തിൽ ഇന്ന വേഷം ചെയ്ത ആള് വളരെ മോശമായാണ് ഡയലോഗ് പ്രസന്റേഷൻ ചെയ്തിരിക്കുന്നത്, ഇനി മുതൽ ഞങ്ങളത് ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള വാക്കുകൾക്കുള്ള മറുപടി. പിന്നെ ചിലപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് തമാശയാക്കിക്കൊണ്ടൊക്കെ അതങ്ങനെ പറയും. അത് ഞാനും സാറും കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനൊരു ഫോൺ വിളിച്ചിട്ട് ചേച്ചിയോട് പരാതി പറയാന്ന് വിചാരിക്കും, അപ്പൊ അതിനെങ്ങനെയായിരിക്കും മറുപടി പറയണേന്നാണ് നമുക്കൊന്ന് നോക്കിയാലോ? ഹലോ ഹലോ, എഴുത്തുപെട്ടിയല്ലേ? അതെ, കണ്ണൂർ ആകാശവാണിയാണ്. ചേച്ചിയാണ് ഇത് സ്വാസികയാണ്, എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു. എനിക്കൊരു കഴിഞ്ഞ ആഴ്ച പാട്ടുപെട്ടിയിൽ ഒരു ചേട്ടൻ പാട്ട് പാടിയില്ലേ, വെണ്ണില ചന്ദനക്കിണ്ണം, നല്ല പാട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട്. ആ ചേട്ടൻ എങ്ങനെയുണ്ട് കാണാനൊക്കെ കൊള്ളാം. എന്താണ് ഉദ്ദേശം? അല്ല, പേരെന്താ ആ ചേട്ടൻ? പേര് മോഹൻരാജ്. ആ ചേട്ടന്റെ നമ്പർ ഒന്ന് തരൂ പ്ലീസ്. അയ്യോ, നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഇതില്ലല്ലോ. എന്താ? ഈ പാട്ട് നല്ല പാട്ടായിരുന്നു, അപ്പൊ എനിക്കതൊന്ന് നേരിട്ട് വിളിച്ചൊന്ന് അഭിനന്ദിക്കണം എന്നൊരു ആഗ്രഹം ചേച്ചി. എഴുത്തുപെട്ടി എന്നുള്ള പ്രോഗ്രാമിലേക്കാണല്ലോ മോള് വിളിക്കുന്നത്. അതെ. അപ്പോൾ അതിലേക്ക് വരുന്ന കത്തുകൾക്കുള്ള മറുപടി പറയാനുള്ള ഒരു ടൈം മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ. പേഴ്സണൽ ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നേരിട്ട് വന്ന് ഒന്നെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, അതല്ലെങ്കിൽ ആകാശവാണിയായിട്ട് ബന്ധപ്പെടുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് നമുക്ക് പാലിച്ചേ പറ്റൂ. മോഹൻരാജ്, അതുകൊണ്ട് ഒരു കാര്യമില്ല, മോളൊരു കാര്യം ചെയ്യൂ, ഒന്നുകിൽ അവരുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചിട്ട് അവർക്ക് ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോണിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഫോൺ നമ്പർ തന്നാൽ മതി. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ വേറെ നിവൃത്തിയില്ല. എൻ്റെ സമയം പോകുന്നു, ഞാൻ നിർത്തും.